ഗായ്സ് നമസ്കാരം. സോ നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡിന്റെ ലൈവിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാം. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റ് ആണെന്നുള്ളത്. ഇങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചു മതിയല്ലോ വിചാരിച്ചിട്ടാണ്. എൻ്റെ ഉള്ളിൽ ജോയ് ഇവിടെ കുറച്ച് പരിപാടി കാണിക്കേണ്ടത് ഞാൻ മൈൻഡ് ഡിസ്ട്രാക്ട് ആയത് അമ്മേ. ഓക്കെ, സോ ഫൈൻ. അറിയാലോ, 5 നമ്മുടെ വയൽക്കാടും നെവിനും ഒഴിച്ചു ബാക്കി എല്ലാവരും എവിടെയാണ്? നോമിനേഷനിലാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആദിലും നോറയും ചങ്കായിരുന്നു, ചങ്കിട്ടിപ്പായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് തമ്മിലൊരു ഫൈറ്റ് ആയി. അപ്പാനി ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള തെറി വിളിച്ചു. ബിഗ് ബോസ് അത് ബീപ്പിട്ട് കേൾപ്പിച്ചു. ഇപ്പോ അപ്പാനി അവരെ വിളിച്ച് സംസാരിച്ച് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയാണ്. അപ്പൊ ഇതിൽ 3 വശങ്ങളാണ് ഉള്ളത്. ഒന്ന്, സ്ട്രാറ്റജി. ഓക്കെ, ഇപ്പൊ നോമിനേഷൻ ഒക്കെ വരികയാണ്. പുള്ളി പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക, അയ്യോ ഇങ്ങനെ പുറത്ത് ഒരു കോൺവെർസേഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഒന്നാമത് വയൽക്കാട് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. ഈ വയൽക്കാട് കയറുമ്പോൾ തന്നെ ഏകദേശം അവർക്ക് പുറത്ത് എന്താ നടക്കണേന്നുള്ളത് ഈ വയൽക്കാട് ആൾക്കാരുടെ ബിഹേവിയർ എന്ന് മനസ്സിലാവും. അതാണ് ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ അക്ബറും ഷാനവാസൊക്കെ കൂടി സംസാരിച്ചത്. അപ്പൊ അപ്പാനി പൊട്ടിക്കരഞ്ഞ് കുറെ മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ എത്ര മാപ്പ് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. പക്ഷെ വിളിച്ചപ്പോഴേക്കും അവരവിടെ വന്നിരുന്നു, അതിലും നൂറേമില് അവര് വിളിച്ചപ്പോൾ വന്നിരുന്ന് കേൾക്കാൻ കാണിച്ച മനസ്സിനായി റെസ്പെക്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പള്ളി പൊട്ടിക്കരച്ചിലിന്റെയും സോറി പറച്ചിലിന്റെ ഒക്കെ ഉദ്ദേശം ഒന്നില്ലെങ്കിൽ സ്ട്രാറ്റജി, അല്ലെങ്കിൽ അയാൾ നല്ലൊരു നടനാണ്. ആൻഡ് തേർഡ് വൺ ഈസ് എല്ലാ മനുഷ്യർക്കും അല്ല, ചില മനുഷ്യർക്ക് മാത്രം തെറ്റു ചെയ്തതിൽ കഠിനമായ പശ്ചാത്താപം ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് പോയി മനസ്സ് തുറന്നുള്ള മാപ്പ് പറച്ചിലിന്റെ ഭാഗമായിരിക്കാം. ഏതാണെങ്കിലും ആശാൻ വന്നിട്ട് ഇപ്പൊ ലൈവില് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. അപ്പം പെട്ടെന്ന് പറ്റിയൊരു ഫ്രസ്ട്രേഷനും മൈൻഡ് അപ്സെറ്റ് ഒക്കെ ആയതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയതായി ആവാം ഒരു പക്ഷെ. എന്തായാലും ഒരു കരച്ചിലും ഒരു മാപ്പും അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ.